എന്താണ് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ്? ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഈ സ്റ്റേജസ് പെട്ടെന്ന് വന്ന് അവസാനം അത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ അത് മാറ്റേണ്ട ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് തന്നെ അത് ചെന്നെത്തുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്ന് എടുത്തു കൊടുത്ത PRP അതുപോലുള്ള ഇഞ്ചെക്ഷൻസ് അതിൻ്റെ ആ കറക്റ്റ് സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രോഗ്രഷൻ, ആ തേയ്മാനത്തിന് പ്രോഗ്രഷൻ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. വേദന ഉണ്ടാക്കുന്ന ആ ഞരമ്പുകളെ എടുത്തിട്ട് അത് നമുക്ക് അതിനെ നിർവീര്യമാക്കാൻ പറ്റും. 25% ആൾക്കാർക്ക് ഡിസ്ക് കാരണം ഉണ്ടാകുന്ന നടുവേദന കാണത്തുള്ളൂ. ബാക്കി വേദനകളെല്ലാം പേശി സംബന്ധമായിട്ടും മറ്റു ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള ഒരു വേദനയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ടിഷ എൻ ബാബു, ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, ലോർഡ്സ് ഹോസ്പിറ്റൽ. എന്താണ് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ്? ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അതായത് പലതരം വേദനകളാൽ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. നമ്മുടെ പേശി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ജോയിൻറ്റ്സ്, സന്ധികളുടെ വേദന, അല്ലെങ്കിൽ ഞരമ്പുകൾ കാരണമുണ്ടാകുന്ന വേദന, ഇങ്ങനെ പലതരത്തിലുള്ള വേദനകൾ നമുക്ക് വരാറുണ്ട്. ഉദാഹരണത്തിന് മുട്ടിൻ്റെ വേദന, നമ്മുടെ ഏത് ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ മുട്ടിൻ്റെയൊക്കെ തേയ്മാനം കാരണമുണ്ടാകുന്ന വേദന. നമുക്കറിയാം ഇതിനെല്ലാം ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പം തുടക്കത്തിൽ നമ്മൾ വേദന ചെറിയ മടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്റ്റെപ്പ് കയറുമ്പോഴോ നടക്കുമ്പോഴോ ഉണ്ടാകുന്ന വേദനയായിരിക്കും. എക്സ്റേയിലോ MRIയിലോ ഒന്നും ആ സമയത്ത് ഒരു വ്യത്യാസം കാണണമെന്നില്ല. എന്നാലും രോഗിക്ക് വേദനയുണ്ട്. പലപ്പോഴും ഈ സ്റ്റേജിൽ ഈ വേദന നമ്മൾ അവഗണിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇതിൻ്റെ തേയ്മാനത്തിൻ്റെ സ്റ്റേജസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തുള്ള തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് അത് ദ്രവിച്ചു പോകുന്നു. അതിൻ്റെ ഡീജനറേഷൻ ഇങ്ങനെയുള്ള സ്റ്റേജസിലേക്ക് വന്ന് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെല്ലാം നമ്മൾ കാണുന്ന പേഷ്യൻ്റ് വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ചികിത്സ നമ്മൾ തേടാത്ത സമയത്ത് ഈ സ്റ്റേജസ് പെട്ടെന്ന് വന്ന് അവസാനം അത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ അത് മാറ്റേണ്ട ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് തന്നെ അത് ചെന്നെത്തുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇത്തരം രീതിയിൽ നമുക്കറിയാം പലതരം ഇഞ്ചെക്ഷൻസ് പണ്ട് കാലം തൊട്ട് കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ ഇന്ന് വളരെ ആധുനികമായ രീതിയിൽ രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്ന് എടുത്തു കൊടുത്ത PRP അതുപോലുള്ള ഇഞ്ചെക്ഷൻസ് അതിൻ്റെ ആ കറക്റ്റ് സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രോഗ്രഷൻ, ആ തേയ്മാനത്തിന് പ്രോഗ്രഷൻ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അത് കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് ആ ഒരു സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റേജിനും ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇനി പലപ്പോഴും ഇത്തരം വേദനകൾ വരുമ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റിൻ്റെ സമയമായിട്ടില്ല, എന്നാൽ പേഷ്യൻറ്റിന് വേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു സർജറിക്ക് പേഷ്യൻ്റ് ഫിറ്റല്ല, പല അസുഖങ്ങൾ കാരണം ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ വയസ്സ് കാരണം, പ്രായം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഓപ്പറേഷനൊന്നും പറ്റാത്തൊരവസ്ഥയിലും രോഗി വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന ആ ഞരമ്പുകളെ എടുത്തിട്ട് അത് നമുക്ക് അതിനെ നിർവീര്യമാക്കാൻ പറ്റും. അപ്പോൾ രോഗിക്ക് ആ വേദന അനുഭവിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും, അതായത് ആദ്യത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് നമുക്കറിയാം എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും രോഗികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഡോക്ടറെ എൻ്റെ അടുത്ത് എല്ലാവരും എക്സസൈസ് ചെയ്യാൻ പറയുന്നു, പക്ഷേ എനിക്ക് വേദന കാരണം എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെയും നമുക്ക് ആ വേദന മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് പേശികളുടെ ബുദ്ധിമുട്ട്, പേശികൾ കീറലുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഷോൾഡർ കഫ്, റൊട്ടേറ്റർ കഫ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ട്. പല ഡയബറ്റിക് അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ള രോഗികൾക്ക് നമുക്ക് ഷോൾഡർ പെയിൻസ് ഉണ്ടാകുന്നു, അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വേദന ഉണ്ടാകുമ്പോൾ രോഗി കൈ അനക്കാതിരിക്കുന്നു, അത് പതുക്കെ ഫ്രോസൺ ഷോൾഡർ, അതായത് സ്റ്റിഫായി പോകുന്നു, ഷോൾഡർ ജോയിൻറ്റ് സ്റ്റിഫായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. വേദന കാരണം അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മരുന്നുകൾ, വേദനഹാരികൾ പലപ്പോഴും ആ ഒരു ഗുണം ചെയ്യാറില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ആ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാകുന്ന സ്ഥലത്തേക്ക് നമുക്ക് കണ്ടുകൊണ്ട്, അൾട്രാസൗണ്ട് പോലുള്ള ഇമേജസ് വെച്ചിട്ട് കണ്ടുകൊണ്ട് ആ തത്സമയമാണ് നമ്മൾ
ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ PRP ആ കറക്റ്റ് കീറലുള്ള സ്ഥലത്ത് നമുക്ക് കൊടുക്കാനും ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ, അതായത് പെട്ടെന്ന് രോഗിയുടെ ആ മസ്പേശികൾക്ക് ശക്തി കിട്ടുവാനും അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ചികിത്സകൾ പണ്ട് കാലം തൊട്ട് വലിയ രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രികളിലൊക്കെ മസ്റ്റായിട്ട് നടത്തുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്താണ് ഇത് വളരെ പുറകോട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കണ്ടുകൊണ്ട് ഇമേജ് ഗൈഡഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് വളരെയധികം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നടുവേദന ഇന്ന് പ്രായഭേദമന്യേ അനുഭവിക്കുന്ന ഒരു രോഗമാണ് ഈ നടുവേദന. ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ഓഫീസുകളിൽ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പ്രായം കൊണ്ട് ഡെസ്കിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് കാണാൻ ധാരാളം ആൾക്കാർ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ സ്റ്റേജസിലും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, പണ്ട് എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് എടുത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. നമ്മൾ നടുവിനത് കൊടുക്കുന്ന പലരും അത് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ഡിസ്ക് കാരണം കംപ്രസ് ആവുന്ന ഞരമ്പുകൾ അവിടേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മറ്റ് പല ആധുനികമായ രീതിയിലുള്ള മരുന്നുകൾ നമുക്ക് നൽകുവാൻ കഴിയും. ഇനി അതല്ല, ഫാസറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ജോയിൻറ്റ്സ് ഉണ്ട് നമ്മുടെ നടുവിനുണ്ടാകുന്നത്. പലപ്പോഴും ഞാൻ പറയും, MRI നോക്കിയാൽ, വളരെ സാധാരണമായ ഒരാളിൽ പോയി MRI നോക്കിയാലും അവിടെ ഡിസ്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഒരു 25% ആൾക്കാർക്ക് ഡിസ്ക് കാരണം ഉണ്ടാകുന്ന നടുവേദന കാണത്തുള്ളൂ. ബാക്കി വേദനകളെല്ലാം പേശി സംബന്ധമായിട്ടും മറ്റ് ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള ഒരു വേദനയാണ്. അപ്പോൾ എല്ലാ ഡിസ്കും അത് വേദന ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. MRI കണ്ടുകൊണ്ട് അതാണ് കാരണം എന്ന് വിചാരിച്ചിരിക്കരുത്. അതൊരു തെറ്റിദ്ധാരണയാണ്. എപ്പോഴും അത് ഡോക്ടർ കാണുക തന്നെ വേണം. ക്ലിനിക്കലി കണ്ടു കഴിഞ്ഞാലേ ആ പ്രയാസം ഏത് ഏരിയ ആണ്, ഏതാണ് പെയിൻ ജനറേറ്റർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് തീർച്ചയായിട്ടും ഇത്തരം ഒരു പെയിൻ ഫിസിഷ്യൻ അല്ലെങ്കിൽ അതുപോലുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കണ്ടുപിടിക്കണം. അതുപോലെ സേക്രോ ഇലിയാക് ജോയിൻറ്റ് എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ഉണ്ട്, നമ്മുടെ നട്ടെല്ലും ഇടുപ്പെല്ലും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ജോയിൻറ്റ്. അപ്പം അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടും ഡിസ്ഫങ്ഷനും ഇതുപോലെ തന്നെ നടുവേദനയ്ക്ക് കാരണമുണ്ടാകും. അപ്പം ഇതെല്ലാം പൈറിഫോമസ്, അങ്ങനെ പല പല രോഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു ഡയഗ്നോസിസ് ആണ്. പക്ഷേ രോഗിക്ക് അത് അനുഭവപ്പെടുന്നതെല്ലാം ഒരു നടുവേദന, കാലിലേക്ക് കറണ്ട് അടിക്കുന്ന പോലുള്ള വേദന, ഇത്തരം വേദനയായിട്ടാണ് രോഗിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിന് കാരണം ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞരമ്പ് സംബന്ധമായ വേദനകൾ മറ്റു പലതും, അതായത് ഷിംഗിൾസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഹെർപ്പസിൻ്റെതായ വേദനകൾ, ഇന്ന് വളരെ തീവ്രമായ വേദനകളാണ് നമുക്ക് രോഗിക്ക് അത് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതും നമുക്ക് ഇത്തരം ട്രീറ്റ്മെൻറ്റ്, അതായത് ഗാംഗ്ലിയോൺ ബ്ലോക്സ് പറയും, അത് നെർവ്സിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. അത് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേനെ നമുക്കറിയാം, ഹെർപ്പസിൽ ഒരു വൈറസ് കയറിയിട്ട് ആ ഞരമ്പിനുണ്ടാകുന്ന വേദനയാണ് ഇത്ര തീവ്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ നെർവിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതുപോലെ തന്നെ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള രീതികൾ ഇമേജ് വെച്ചിട്ട് ആ നെർവ്സിനെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമാണ്. അതുപോലെ ഹെർപ്പിസ് എന്ന രോഗം കാരണം ഉണ്ടാകുന്ന വേദന വളരെയധികം രോഗികളിൽ നമുക്ക് സാധാരണമായി കാണുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ UP-യിൽ വന്ന ഒരു രോഗി പറഞ്ഞത്, ഡോക്ടറെ, എൻ്റെ ശരീരത്ത് തുണി ഇടാൻ എനിക്ക് പറ്റുന്നില്ല, ആ ഭാഗത്ത് തുണി തട്ടുമ്പോൾ തന്നെ വേദനയാണ്, അതുപോലെ കാറ്റടിച്ചാൽ തന്നെ സിവിയറായിട്ട് വേദന വരുന്നു. ഇങ്ങനെ ലിറ്ററലി വീട്ടിൽ ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ട് കാരണം വരുന്ന രോഗികൾ സാധാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയും നമുക്ക് അറിയാം, ഇന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി, അതായത് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് കൂടി നമുക്ക് നൽകുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഹെർപ്പിസിൽ ഒരു വൈറസ് കയറിയിരുന്നിട്ട് ആ ഞരമ്പുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഇത്തരം തീവ്രമായ വേദന ഉണ്ടാകാൻ കാരണം. അപ്പോൾ ആ ഞരമ്പുകളെ കണ്ടുപിടിക്കുകയും ആ സ്പെസിഫിക് ആയിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ഇഞ്ചക്ഷൻ രൂപേണ മരുന്ന് നൽകുവാനും സാധിക്കുന്നു. 1-2 സിറ്റിങ്സ് വേണ്ടി വരും, പക്ഷേ എന്നാൽ അത് നമുക്ക് സഹിക്കാവുന്ന രീതിയിൽ ആ വേദന വളരെയധികം കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് ഇത്തരം ട്രീറ്റ്മെൻറ്റിൽ നിന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.